കാലത്തിനും സാങ്കേതിക വിദ്യകൾക്കൊപ്പം മുന്നേറുകയാണ് നമ്മുടെ ഫയർഫോഴ്സും. ഏത് ദുരന്തമുണ്ടായാലും അവിടെ ആദ്യം ഓടിയെത്താറുള്ളത് ഫയർഫോഴ്സ് ടീമാണ്. ഫയർഫോഴ്സിന് ഏറ്റവും വെല്ലുവിളി മുങ്ങിമരണങ്ങളും മറ്റും ഉണ്ടാകുമ്പോഴാണ്. ജല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും ദിവസങ്ങളോളം ഫയർഫോഴ്സ് ടീമിന് കാത്തു നിൽക്കേണ്ട അവസ്ഥ വരെ വരാറുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ അകപ്പെടുന്നവരെ കണ്ടെത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യ സ്വന്തമാക്കി കഴിഞ്ഞു കണ്ണൂരിലെ ഫയർഫോഴ്സ് ടീം. അണ്ടർ വാട്ടർ ഡ്രോൺ സംവിധാനമാണ് ഇതിനായി അവർ ഉപയോഗിക്കുന്നത്. ആ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ. എറണാകുളം ആസ്ഥാനമായുള്ള ഐറോവ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഈ ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ സീനിയർ പ്രൊജക്ട് എഞ്ചിനീയർ അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അനന്തകൃഷ്ണൻ പറയും. എങ്ങനെയാണ് ഈ ഡ്രോണിൽ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രോഡക്റ്റിൻ്റെ പേര് ഐറോവ് ട്യൂണാന എന്നാണ്. ഇതൊരു അണ്ടർ വാട്ടർ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിളാണ്. ഈ വെഹിക്കിളിന് 100 മീറ്റർ താഴ്ചയിൽ വരെ പോയി നമുക്ക് ബോഡി അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റോബോട്ടിന് 2 ക്യാമറയും ഒരു സോണാറും യൂസ് ചെയ്യുന്നുണ്ട്. ക്യാമറ മെയിൻലി ഒബ്ജക്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എന്താണെന്നുള്ളത് കാണാനും, ഇതിൻ്റെ പ്രൈമറി വന്നിട്ട് സോണാറാണ്. സോണാർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനടിയിലുള്ള ഒബ്ജക്റ്റ്, അത് ഏത് രീതിയിലുള്ള വെള്ളമാവാം ശരി, നല്ല ക്ലിയർ വാട്ടർ ആണെങ്കിലും മടി വാട്ടർ ആണെങ്കിലും നമുക്ക് മുന്നിലുള്ള ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് മൊത്തം 4 പ്രൊഡക്റ്റാണ് നമ്മൾ കേരള സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്തിലേക്കും, ഇനി ഒന്ന് വന്ന എറണാകുളം, ഒന്ന് കോഴിക്കോട്, ഒന്ന് കണ്ണൂരാണ്. കറൻ്റ്ലി ഞങ്ങളൊരു 3 പേര് വരുന്ന ഒരു സംഘം ഇവർക്ക് എങ്ങനെയാണ് ഇതിന് പ്രവർത്തിക്കേണ്ടത് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് കീസ് ഉള്ളതെന്നുള്ളത്. നമ്മൾ ട്രിവാൻഡ്രവും കോഴിക്കോട് സെക്ഷനും കഴിഞ്ഞു കഴിഞ്ഞു. കറൻ്റ്ലി ഞങ്ങളിപ്പോൾ കണ്ണൂരിലാണുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പം ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു വാട്ടറിൽ ഇപ്പം മെയിൻലി ഞങ്ങൾ ഫയർ ആൻഡ് സർവീസിന് കൊടുക്കാൻ കാരണം അവർക്ക് ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അവർ നോർമലി ഡൈവേഴ്സും സ്ക്യൂബ ഡൈവേഴ്സും പോയി മൾട്ടിപ്പിൾ അടുത്ത് ഡൈവ് ചെയ്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രോഡക്റ്റിനെ വെള്ളത്തിലിട്ടിട്ട് ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ സ്പോട്ടിൽ മാത്രം പോയി ഡൈവ് ചെയ്ത് നമുക്ക് ബോഡിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റും. ഇതൊരു 150 മീറ്ററോളം ലെങ്ത് വരുന്ന ഒരു കേബിൾ വഴിയാണ് ഇതിൻ്റെ പവറും കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നത്. ഈ പ്രോഡക്റ്റ് 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സ്റ്റേണൽ ജെൻസെക്ട് പോലത്തെ ഒരു പവർ സോഴ്സും ഇല്ല, ഇതിന് ബാറ്ററി വെച്ചും നമുക്ക് പ്രവർത്തിച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു 3 പേര് എന്നുള്ള സംഘം വെച്ച് തന്നെ നമുക്കിത് ചെയ്യാം. അധികം ആൾക്കാർ ആവശ്യമില്ല. അതിന് പൈലറ്റ് കോ പൈലറ്റ് എന്ന 2 പേരും ഒരു ടെതർ ഹാൻഡ്ലറും വെച്ച് തന്നെ ഈ പ്രോഡക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റം അതൊക്കെ എങ്ങനെയാണ്? ഇതിൽ ഇപ്പോൾ ക്യാമറയിൽ വരുന്നത് 2 ക്യാമറയാണ്. മുകളിലൊരു ക്യാമറയുണ്ട്, താഴെ ഒരു ക്യാമറയുണ്ട്. മുകളിലത്തെ ഒരു 4K ക്യാമറയും താഴെ ഒരു HD ക്യാമറയാണ്. അതിന് അഡീഷണൽ ആയിട്ട് ഒരു സോണാറും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്നത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിൾ സിസ്റ്റമാണ്. ഇതിൽ കൂടിയാണ് നമ്മൾ ആ പ്രൊഡക്റ്റിലേക്കുള്ള പവറും ആ പ്രൊഡക്റ്റിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ എല്ലാം കൺട്രോൾ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഓക്കെ, ഈ കൺട്രോൾ സ്റ്റേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലൊരു വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ലാപ്ടോപ്പ് സിസ്റ്റം വെച്ചിട്ട് അതിന് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് പൈലറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. ചെറിയൊരു ടേബിൾ അറേഞ്ച്മെൻറ്റിൽ തന്നെ നമുക്കിത് ഫുള്ളും സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ സ്റ്റേഷൻ. ഇത് ലാപ്ടോപ്പ് അറേഞ്ച്മെൻറ്റ്. അത് അഡീഷണൽ ആയിട്ട് നമുക്കൊരു എക്സ്ട്രാ മോണിറ്ററും കൊടുത്തിട്ട് വിഷ്വൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ കൺട്രോൾ സ്റ്റേഷനിൽ നോക്കി അറിയാം, മുകളിലത്തെയും താഴത്തെയും ക്യാമറയുടെ വിഷ്വൽസ് ആണ് വരുന്നത്. അതിൻ്റെ എൻഡിലുള്ള റെഡ് കളർ വന്നിട്ട് സോണാർ ഇമേജസ് ആണ്. അത് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഒരു പുഴയോ അങ്ങനെ എന്തെങ്കിലും തീരെ ക്ലാരിറ്റി ഇല്ലാത്ത പുഴയിലിടുമ്പം കംപ്ലീറ്റ്ലി സോണാർ ഉപയോഗിച്ചായിരിക്കും ഒബ്ജക്റ്റിനെ ഡിറ്റക്ട്. സോണാർ അതെങ്ങനെയാണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നമ്മളത് ഈ കലങ്ങിയ വെള്ളത്തിലൊക്കെ ഉള്ള ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റും? എല്ലാം കാണാൻ പറ്റും. സോണാർ മെയിൻലി യൂസ് ചെയ്യുന്നത് സൗണ്ട് വേവ്സ് പാസ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിനെ
ഡിറ്റക്ട് ചെയ്ത് അത് തിരിച്ച് പാസ് ചെയ്യും. ഇതൊരു നമ്മളുടെ നോർമൽ ടെക്നോളജിയാണ്. നമ്മളിപ്പോൾ ഗർഭിണിയായ വയറ്റിൽ കൊച്ചിനെ എങ്ങനെയാണ് നോക്കുന്ന റേഡിയോ പാസേജ് ചെയ്യുന്ന പോലെയാണ് ഈ സോണാറിൻ്റെ ടെക്നോളജി. ഇതിൽ ഒരു ചെറിയ സോണാർ 120 മീറ്റർ, അതായത് ഇപ്പോൾ ROV നിൽക്കുന്നതെന്നും 120 മീറ്റർ നീളത്തിലുള്ള വരെ ഒബ്ജക്റ്റ് ഇതിന് ഡിറ്റക്ട് ചെയ്ത് തിരിച്ച് പറയാൻ പറ്റും. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 2 ഫ്രീക്വൻസി ഉണ്ട്. ഇതിൽ ലോ ഫ്രീക്വൻസി ഉണ്ട്, ഹൈ ഫ്രീക്വൻസി ഉണ്ട്. 2 ഫ്രീക്വൻസിയും നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റിനനുസരിച്ച് സെറ്റ് ചെയ്ത് മുന്നിലുള്ളത് ബോഡിയാണോ ഇല്ല ഒരു മെറ്റലാണോ കല്ലാണോ എന്നുള്ള ഒബ്ജക്റ്റ് എല്ലാം നമുക്കിതിൽ തിരിച്ചറിയാൻ പറ്റും. ഈ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഇത് മെയിൻ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേക്കെ ഒരു ഡൈവർ പോയിട്ട് അവർക്ക് ഏരിയ 10-100 മീറ്ററോളം ഉണ്ടാവും, മൾട്ടിപ്പിൾ സ്ഥലത്ത് അവർ ഡൈവ് ചെയ്യും, അവർക്ക് എവിടെ എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് കാരണം അവർക്ക് ഈ പ്രൊഡക്റ്റിനെ വെള്ളത്തിലിട്ട് പൈലറ്റ് ചെയ്ത് എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് അവിടെ അറിഞ്ഞിട്ട് പർട്ടിക്കുലർ ബോഡി കണ്ടുപിടിച്ച് ആ ഒരു തരത്തിൽ മാത്രം അവർക്ക് ഡൈവ് ചെയ്താൽ ഇത് അവരുടെ എഫോർട്ടും വളരെയായിട്ട് കുറച്ചിട്ട് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിദ്യ അവർക്ക് ഏറെ അനുഗ്രഹമാകും എന്ന കാര്യം ഉറപ്പാണ്. നമ്മളോടൊപ്പം സീനിയർ ഫയർ ഓഫീസർ VK അഫ്സൽ ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഫയർഫോഴ്സിനെ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തുക എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്തുക? ഇപ്പം പുതിയ കാലത്ത് നമ്മൾ ഒരു കുളത്തിലോ അല്ലെങ്കിൽ ഒരു പുഴയിലോ അകപ്പെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂബ ഡൈവേഴ്സ് പോയിട്ട് വൈഡായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ച് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് മാറ്റി നമ്മൾ ഇത് വെച്ച് കറക്റ്റ് പൊസിഷൻ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് ഡൈവിങ്ങിലേക്ക് കടക്കുക എന്നുള്ളത് നമ്മുടെ മാനുഷിക പ്രയത്നം ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ സോണാർ ഡിറ്റക്ഷൻ വഴി നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ പരിശീലനത്തിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മുഴുവനായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ എഫേർട്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 10-1 നമുക്ക് ചുരുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഏകദേശം. ആരെങ്കിലും വെള്ളത്തിലൊക്കെ അകപ്പെട്ടു പോയാൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം അവിടെ ചെലവഴിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഫയർഫോഴ്സിന് ഉണ്ടാകാറുണ്ട്. അത്തരം ആ ഒരു അവസ്ഥ മാറാൻ സാധ്യതയുണ്ടല്ലേ? വലിയൊരളവോളം ആ ഒരു അവസ്ഥ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വലിയ കോറികൾ, ഇപ്പം തളിപ്പറമ്പ് അല്ലെങ്കിൽ മലയോര മേഖലയിലൊക്കെയുള്ള കോറികളിലൊക്കെ ഏകദേശം ഒരു 60 മീറ്റർ ആഴത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് തന്നെ ആരോഗ്യപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഒരു 60 മീറ്ററിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ ഒരു 6 ബാർ പ്രഷർ വേരിയേഷനൊക്കെ വരുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ഡൈവേഴ്സിന് വളരെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത് നമുക്ക് വലിയൊരളവോളം മാറ്റാൻ സാധിക്കും. കാരണം കറക്റ്റ് ഡിറ്റക്ട് ചെയ്ത് ആ കൃത്യമായ പൊസിഷനിൽ മാത്രം ഈ ടാദർ ലൈനിലൂടെ പോയിട്ട് നമുക്ക് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റിക്കവറി നടത്താൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. എന്നാലും വലിയ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും ഉപയോഗിക്കാനുള്ള ഡ്രോൺ സംവിധാനങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ആധുനികവൽക്കരണത്തിലേക്ക് മാറുകയാണ് ഫയർഫോഴ്സ്. അത് നമ്മുടെ സർക്കാർ വളരെ നല്ല രീതിയിൽ നമ്മളെ ആധുനികവൽക്കരണത്തിന് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ മുരളി തുമ്മാരക്കുടി സാറ് ഒരു 3 വർഷം മുമ്പ് കേരള ഫയർ സർവീസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയിൽ നമുക്ക് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വന്നതും അന്ന് നമ്മളത് സർക്കാരിൽ അവതരിപ്പിച്ച് സർക്കാർ വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളോട് കൂടെ നിൽക്കുകയും ഇനിയൊരു ഇപ്പം ലാസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഡിസംബറിൽ ഒരു മെഡിക്കൽ കോർപ്പറേഷൻ്റെ ഗോഡൗണിൽ വെച്ച് നമ്മുടെ ഒരു ഫയർമാൻ രഞ്ജിത്ത് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഡ്രോണുകൾ അങ്ങനെയുള്ള റോവർ സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യഘട്ടത്തിൽ ഒരു തീപിടുത്തമുള്ളതിലേക്കുള്ള എൻട്രൻസ് ഇപ്പോൾ ഡ്രോണും അല്ലെങ്കിൽ റോബോട്ടിക് എൻട്രൻസ് നടത്തിയതിന് ശേഷം മാത്രം ഹ്യൂമൻസ് കയറി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആൾ നഷ്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപകട മേഖലയിൽ സ്വന്തം ജീവൻ പോലും ത്യജിച്ചാണ് ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്നത്. അത്തരം അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ആധുനികവൽക്കരണത്തിലൂടെ അവരെ സഹായിക്കുകയാണ് സർക്കാർ. ഇത്തരം സംവിധാനങ്ങൾ വരുന്നതോടുകൂടി കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ഫയർഫോഴ്സിനുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.